ജോസിൽ കൂടി ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. ഇടുക്കിയിലും ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. ജോസിൽ, ഗുഡ് മോർണിംഗ്. പ്രത്യേകിച്ച് ഇടുക്കിയിലെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എല്ലായ്പ്പോഴും മഴ വരുമ്പോൾ വളരെ ഏറ്റവും അധികം ശ്രദ്ധ കൊടുക്കുന്ന ഒരു ജില്ല കൂടിയാണ്. എന്താണ് മലയോര മേഖലകളിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? മഴ മൊത്തത്തിൽ എങ്ങനെ രാത്രി വൈകി കനത്ത മഴയുണ്ടായിരുന്നോ? കാവ്യ, ഗുഡ് മോർണിംഗ്. കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻകാലങ്ങളിൽ വലിയ ദുരിതങ്ങൾ റിപ്പോർട്ട് ഉണ്ടായിട്ടുള്ള ഒരു ജില്ല എന്ന നിലയിൽ വളരെ നേരത്തെ തന്നെ മഴയുടെ സാധ്യതകൾ പ്രവചിക്കപ്പെട്ട ഘട്ടത്തിൽ തന്നെ അതിശക്തമായ രീതിയിലുള്ള മുൻകരുതലുകൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ സമിതിയുടെ യോഗം വളരെ നേരത്തെ തന്നെ മഴയുടെ ആദ്യഘട്ട പ്രവചനം ഉണ്ടായപ്പോൾ തന്നെ കളക്ടറുടെ നേതൃത്വത്തിൽ കൂടുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ റെഡ് അലർട്ട് കൂടി പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിൽ എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുൻകരുതൽ എന്ന നിലയിൽ ലോറേഞ്ചിൽ ഉള്ള മലങ്കര ഡാമിൻ്റെ ഷട്ടർ 10 സെൻറ്റിമീറ്ററോളം ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ കോറി അടക്കമുള്ള മൈനിങ് പ്രവർത്തനങ്ങൾ ജില്ലയിൽ നിരോധിച്ചിട്ടുണ്ട്. അങ്ങനെ ശക്തമായ പ്രവർത്തനങ്ങളാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ ജില്ലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജില്ലയിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമുള്ളത്, ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധ മഴക്കാല പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികൾ, അതിഥി തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലാണ്, തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഡെങ്കിപ്പനി, മലേറിയ, മന്ത് അടക്കമുള്ള രോഗങ്ങൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ശാന്തമ്പാറ പഞ്ചായത്തിൽ ഒരു ഡെങ്കി കേസാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 15 പേർക്ക് അത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഉടുമ്പൻചോല പഞ്ചായത്തിൽ 2 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നു. 8 പേർക്ക് നിരീക്ഷണത്തിലാണ്. പാമ്പാടുംപാറ പഞ്ചായത്തിൽ 6 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നു. 12 പേർ നിരീക്ഷണത്തിലാണ്. കരുണാപുരം പഞ്ചായത്തിൽ 3 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നു. 6 പേർ നിരീക്ഷണത്തിലാണ്. നെടുങ്കണ്ടത്ത് 11 പേർ നിരീക്ഷണത്തിലാണ്. അതുപോലെ തന്നെ പാമ്പാടുംപാറ പഞ്ചായത്തിൽ നമ്മൾ കേരളം ഒരു പരിധി നിയന്ത്രണ വിധേയമാക്കിയ മന്ദടക്കമുള്ള രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതെല്ലാം ഈ അതിഥി തൊഴിലാളികൾക്കിടയിലാണ്. നമ്മൾ നേരത്തെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും നേതൃത്വത്തിൽ മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ബോധവൽക്കരണങ്ങൾ നടത്തിയെങ്കിലും അതിഥി തൊഴിലാളികൾക്കിടയിലേക്ക് അത് എത്തുന്നതിന് പരിമിതികളുണ്ട്. അത്തരം ആളുകൾക്കിടയിലാണ് ഇത്തരത്തിലുള്ള രോഗങ്ങൾ. മലേറിയ 4 പേർക്ക് പാമ്പാടുംപാറ പഞ്ചായത്തിൽ മലേറിയ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ ഒരു അതിഥി തൊഴിലാളി ഇന്നലെ മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഇന്നലെ ഒരു 10 വയസ്സുകാരി പനി ബാധിച്ച് മരണപ്പെട്ടിട്ടുണ്ട്. ഇത്തരമുള്ള ഒരു സാഹചര്യങ്ങൾ ഈ അതിഥി തൊഴിലാളികൾക്ക് നമ്മൾ കേരളം ഒരു പരിധിവരെ നിയന്ത്രണ വിധേയമാക്കിയ, പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്തിട്ടില്ലെങ്കിലും നിയന്ത്രണ വിധേയമാക്കിയ മന്ത് അടക്കമുള്ള രോഗങ്ങൾ ഇപ്പോൾ ഈ അതിഥി തൊഴിലാളികൾക്കിടയിൽ സ്ഥിരീകരിക്കുന്നു എന്നുള്ളത് വലിയ ഖേദകരമായ വസ്തുതയാണ്. കാവ്യ.